Hello all. We are learning how to prepare consolidated balance sheet of a holding company. We have done one problem in the last video and we are doing the same problem with some slight changes in this video. From the liabilities and assets as on 31st March 2016 given below, prepare a consolidated balance sheet of A Limited and its subsidiary company B Limited. A Limited ആണ് ഹോൾഡിംഗ് കമ്പനി, ബി ലിമിറ്റഡ് ആണ് സബ്സിഡിയറി കമ്പനി. നമുക്ക് ക്ലിയർ ആണ്, നമ്മൾ ഈ പ്രോബ്ലം കഴിഞ്ഞ ചെയ്തതാണ്. ഷെയർ ക്യാപിറ്റൽ എ ലിമിറ്റഡിന് 25 lakh, ബി ലിമിറ്റഡ് 6 lakh, ജനറൽ റിസർവ് 3,50,000, ബി ലിമിറ്റഡ് 1,20,000, surplus 2,40,000 and 1,80,000, then trade creditors 3,50,000, 1 lakh. So total 34,50,000 and 10 lakh. Likewise, assets land and building 6,40,000, 2 lakh, machinery 12,60,000, 3,40,000, furniture 1,40,60,000, 40,000 shares in B Limited. So B Limited എത്ര ഷെയർസ് ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്? എത്ര ഷെയർസ് ആണ് ബി ലിമിറ്റഡിന്റെ എ ലിമിറ്റഡ് അക്വയർ ചെയ്തിരിക്കുന്നത്? 40,000. ആ 40,000 ഷെയർസ് അക്വയർ ചെയ്യാൻ അവർ എത്ര രൂപ കൊടുത്തു? 5 lakh. ദാറ്റ് ഇസ് ദ മീനിങ് ഫ്രം ദിസ്. 40,000 ഷെയർസ് ഇൻ ബി ലിമിറ്റഡ്, എ ലിമിറ്റഡിന്റെ കോളത്തിൽ 5 lakh. Okay, then stock in hand, debtors and bank balance. On the date of acquisition, B Limited had rupees 1,20,000 rupees in general reserve. General reserve 1,20,000 rupees B Limited ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. That means A Limited വരുമ്പോൾ തന്നെ B Limited general reserve ഉണ്ടായിരുന്നു. So that 1,20,000 is capital reserve. Pre-acquisition period reserve ആണ്. So that is pre-acquisition reserve. All the surplus has been earned since shares were acquired by A Limited. Share acquire ചെയ്തതിന് ശേഷമാണ് surplus earn ചെയ്തിരിക്കുന്നത്. So surplus 1,80,000 എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ പ്രോഫിറ്റ് ആണ്. അതാണ് ഇതിനകത്ത് ഡിഫറൻസ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. ജനറൽ റിസർവിൽ ഇവർ വരുമ്പോഴേ 1,20,000 ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് 1,20,000 ഇസ് ക്യാപിറ്റൽ റിസർവ്. സർപ്ലസ് ആണെങ്കിലോ ഇവർ വന്നതിന് ശേഷമാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 1,80,000 rupees എന്താണ്? റവന്യൂ പ്രോഫിറ്റ് ആണ്. ചെയ്യാലോ? ഇവിടെ എ ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനിയാണ്, ബി ലിമിറ്റഡ് സബ്സിഡിയറി കമ്പനിയാണ്. സ്റ്റെപ്പ് നമ്പർ 1 ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആണ് അല്ലെ? ഡേറ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് അറിയില്ല. സോ സ്റ്റെപ്പ് നമ്പർ 1 ഇല്ല. സ്റ്റെപ്പ് നമ്പർ 2 ഹോൾഡിംഗിന്റെ മൈനോറിറ്റിയുടെ നമുക്ക് റേഷ്യോ അറിയണം. മുകളിൽ നിങ്ങൾ എച്ച് എന്നും താഴെ MI എന്ന് എഴുതുക. ടോട്ടൽ 60,000 ആദ്യം എഴുതുക. 60,000 എവിടെ നിന്ന് കിട്ടി? ഒരു ഷെയറിന് 10 രൂപയാണ്. സോ സബ്സിഡിയറി കമ്പനിയായ ബി ലിമിറ്റഡിന് എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട്? 6 lakh rupees ക്യാപിറ്റൽ ഉണ്ട്. ദാറ്റ് മീൻസ് 60,000 ഷെയർസ് ആണ്. സോ ആ 60,000 നിങ്ങൾ ആദ്യം എഴുതുക. ആ 60,000 ഹോൾഡിംഗിന്റെ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ? 40,000. സോ എച്ചിന് നേരെ 40,000. അത് ക്യാപിറ്റൽ ആയിട്ട് എഴുതാം 4 lakh. ഒരു ഷെയറിന് 10 രൂപയാണ്. സോ 4 lakh. സോ മൈനോറിറ്റി എന്തായിരിക്കും? 20,000 ഷെയർസ് ആയിരിക്കും. അതിന്റെ ക്യാപിറ്റൽ 2 lakh rupees. ഓക്കെ, ഈ ഹോൾഡിംഗ് കമ്പനിയുടെ ക്യാപിറ്റൽ ആയ 4 lakh rupees നമ്മൾ സ്റ്റെപ്പ് നമ്പർ 6 എടുക്കുന്നുണ്ട്. ദെൻ മൈനോറിറ്റീസ് ആയ 2 lakh rupees സ്റ്റെപ്പ് നമ്പർ 5 മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയും എടുക്കും. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണ് സ്റ്റെപ്പ് നമ്പർ 5. ഓക്കെ, സോ റേഷ്യോ 40,000 is to 20,000. That means 4:2. That is 2:1. ആ റേഷ്യോയിലാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഈ റേഷ്യോ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് അപ്പോർഷൻമെന്റ് വേണം. പിന്നെ സ്റ്റെപ്പ് നമ്പർ 5 നമുക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അപ്സ്ട്രീമിന്റെ അവിടെ നമുക്ക് ഈ പ്രപ്പോർഷൻ വേണ്ടി വരും. അപ്സ്ട്രീം ആണെങ്കിൽ തന്നെ സ്റ്റെപ്പ് നമ്പർ 8ലും മിക്കവാറും അത് വേണ്ടി വരും. അപ്സ്ട്രീമിന്റെ പ്രോബ്ലം നമുക്ക് പിന്നീട് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 3 അനാലിസിസ് ആണ്. ഈ അനാലിസിസിന്റെ പാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമ്മളുടെ കണ്ണ് എവിടേക്ക് പോകണം? അസറ്റ് സൈഡില് സബ്സിഡിയറി കമ്പനിക്ക് എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിൽ നമ്മൾ ലെസ് ചെയ്യണമായിരുന്നു അല്ലെ? അത് പക്ഷെ ഇല്ല, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇല്ല, അതുകൊണ്ടില്ല. ദെൻ അതേപോലെ ലയബിലിറ്റി സൈഡിലേക്കും പോയി നോക്കണം. സബ്സിഡിയറി കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ? അങ്ങനെ ഒരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാനുണ്ടാവും. ആ ഡിവിഡൻഡ് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പ് നമ്പർ 3 ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒന്നുമില്ല.
ജനറൽ റിസർവ് ആണ് ഫസ്റ്റ് ഐറ്റം സബ്സിഡറി കമ്പനിക്ക്. സബ്സിഡറിയുടെ ഫിഗേഴ്സ് മാത്രം നോക്കിയാൽ മതി. സബ്സിഡറി കമ്പനിക്ക് ജനറൽ റിസർവ് ആണ് ഫസ്റ്റ് ഐറ്റം. 1,20,000 rupees ആണ്. ഇവര് വരുന്നതിന് മുന്നേ ഉള്ളതാന്ന് പറഞ്ഞു. സോ അത് ക്യാപിറ്റൽ റിസർവ് ആണ്. ദെൻ സർപ്ലസ് ആണ് 1,80,000. ഇവര് വന്നതിന് ശേഷമാണ് അത് അക്വയർ ചെയ്തെന്ന് പറഞ്ഞു, ഓൺ ചെയ്തെന്ന് പറഞ്ഞു. സോ അത് റവന്യൂ പ്രോഫിറ്റുമാണ്. സോ ജനറൽ റിസർവ് ക്യാപിറ്റൽ റിസർവും സർപ്ലസ് റവന്യൂ പ്രോഫിറ്റ് ആണ്. അപ്പോർഷൻമെന്റ് ആണ്. അപ്പോർഷൻമെന്റ് ചെയ്യുമ്പോൾ 3 ഹെഡിങ്സ് ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് ഓർ ക്യാപിറ്റൽ പ്രോഫിറ്റ്, ദെൻ റവന്യൂ റിസർവ്, റവന്യൂ പ്രോഫിറ്റ്. അതാണ് ഞാൻ CR, CP, RR, RP എന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഐറ്റം സ്റ്റെപ്പ് നമ്പർ 3 എഴുതിയത് ജനറൽ റിസർവ്. അത് ക്യാപിറ്റൽ നേച്ചർ ആണ് നമ്മൾ പറഞ്ഞു. സോ ക്യാപിറ്റൽ കോളത്തിൽ മാത്രം 1,20,000 rupees ക്യാപിറ്റൽ റിസർവ് ആണ്. രണ്ടാമത്തെ ഐറ്റം സർപ്ലസ് ആണ്. അത് മുഴുവനും റവന്യൂ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. സോ അതിനെ നമ്മൾ റവന്യൂ RPയുടെ കോളത്തിൽ എഴുതി. ദാറ്റ് ഈസ് 1,80,000. ടോട്ടൽ ചെയ്യാം. ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനുമായിട്ട് നമുക്കത് ഡിവൈഡ് ചെയ്യണം. പ്രൊപ്പോർഷൻ നമുക്കറിയാം 2:1 ആണ്. ഹോൾഡിംഗ് കമ്പനിക്ക് 2/3ഉം മൈനോറിറ്റീസിന് 1/3. ഡിവൈഡ് ചെയ്തപ്പോൾ 1,20,000 ഡിവൈഡ് ചെയ്തപ്പോൾ 80,000ഉം 40,000ഉം. അതേപോലെ റവന്യൂ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ 1,20,000ഉം 60,000ഉം. ഇതില് മൈനോറിറ്റീസിന്റെ കോളത്തിൽ, മൈനോറിറ്റീസിന്റെ കോളം അല്ല, മൈനോറിറ്റീസിന്റെ റോയിൽ വന്നിട്ടുള്ള എല്ലാ എമൗണ്ട്സും സ്റ്റെപ്പ് നമ്പർ 5ലേക്ക് പോകാനുള്ളതാണ്. ക്യാപിറ്റൽ റിസർവ് ആയ 40,000ഉം റവന്യൂ പ്രോഫിറ്റ് ആയ 60,000ഉം നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിലേക്ക് പോകണം. സ്റ്റെപ്പ് നമ്പർ 5ൽ പോകണം. ഹോൾഡിംഗ് കമ്പനിയുടെ 2 ഫിഗേഴ്സ് ഉണ്ട്. 80,000 rupees. ആദ്യത്തെ ക്യാപിറ്റൽ റിസർവ് ആണ്. ഈ ക്യാപിറ്റൽ റിസർവ് നമ്മൾ എവിടെ എടുക്കണം? സ്റ്റെപ്പ് നമ്പർ 6ൽ എടുക്കണം. മറന്നു പോകാനേ പാടില്ല. സ്റ്റെപ്പ് നമ്പർ 6ൽ എടുക്കേണ്ടതാണ്. ദെൻ റവന്യൂ പ്രോഫിറ്റ് ആണ് 1,20,000. അത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 8ൽ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഷെഡ്യൂൾ വരയ്ക്കുമ്പോൾ അത് അവിടെ എടുക്കേണ്ടതാണ്. ഓക്കെ. ദെൻ സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 5ൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റീസ് ഇൻട്രസ്റ്റ് ആണ്. ആദ്യം തന്നെ അവർക്ക് അവകാശപ്പെട്ട ക്യാപിറ്റൽ കൊടുക്കണം. സ്റ്റെപ്പ് നമ്പർ 2ൽ മൈനോറിറ്റീസിന്റെ ക്യാപിറ്റൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹോൾഡിംഗിന്റെ നമ്മൾ പറഞ്ഞു 4 lakh എന്നും മൈനോറിറ്റീസിന്റെ 2 lakh എന്നും പറഞ്ഞു അല്ലെ. സോ ഷെയർ ക്യാപിറ്റൽ മൈനോറിറ്റീസിന് അവകാശപ്പെട്ടത് 2 lakh. ദെൻ സ്റ്റെപ്പ് നമ്പർ 4ൽ വരിക. സ്റ്റെപ്പ് നമ്പർ 4ൽ ക്യാപിറ്റൽ റിസർവ് മൈനോറിറ്റീസിന്റെ 40,000 ഉണ്ട്. റവന്യൂ പ്രോഫിറ്റ് ഒരു 60,000 ഉണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ ഉണ്ടോ നോക്കണം. അതിന് ഡിവിഡൻഡ് ഉണ്ടോ നോക്കണം. അങ്ങനെയാണെങ്കിൽ പ്രിഫറൻഷ്യൽ ക്യാപിറ്റലും ഡിവിഡൻഡും ഇവിടെ വരണം. ഹോൾഡിങ്ങിന് അവകാശപ്പെട്ടതല്ല എങ്കിൽ, അവർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അവരും ഹോൾഡിംഗ് കമ്പനിയും മൈനോറിറ്റീസും അവകാശം ഉണ്ടെങ്കിൽ മൈനോറിറ്റീസിന്റെ പോർഷൻ മാത്രം ഇവിടെ എടുക്കണം. പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, ഞാൻ മറന്നു പോകാതിരിക്കാനാണ് വീണ്ടും അത് ഇല്ലെങ്കിലും ആഡ് ചെയ്തിരിക്കുന്നത്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അപ്സ്ട്രീം ആണെങ്കിൽ, എന്താ അപ്സ്ട്രീം? സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് എന്തെങ്കിലും വിൽക്കുകയും ആ വിറ്റ സാധനം സ്റ്റോക്കിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ മുകളിലുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ് നമ്മൾ URP അല്ലെങ്കിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എങ്കിൽ ആ സ്റ്റോക്ക് റിസർവിന്റെ മൈനോറിറ്റീസിന്റെ പ്രപ്പോർഷൻ ഇവിടെ ലെസ് ചെയ്യണമായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, സോ നമ്മൾ എടുക്കുന്നില്ല. സോ ടോട്ടൽ 3 lakh rupees മൈനോറിറ്റീസ് ഇൻട്രസ്റ്റ് ആണ്. ഇത് സ്റ്റെപ്പ് നമ്പർ 9 കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലിന്റെ താഴെ ഇത് എഴുതണം. സ്റ്റെപ്പ് നമ്പർ 6 കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷൻ ആണ്. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മീൻസ് amount invested minus dividend received from pre-acquisition profit of subsidiary. എത്രയാണ് amount invested? ഈ amount കിട്ടണമെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ 40,000 shares in B Limited എന്ന് പറഞ്ഞ ഹോൾഡിംഗ് കമ്പനിയുടെ കോളത്തിൽ എത്ര എഴുതി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഹോൾഡിംഗ് കമ്പനിയുടെ കോളത്തിൽ 5 lakh rupees ആണ്. അതായത് 4 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ അവർ അക്വയർ ചെയ്യാൻ 5 ലക്ഷം രൂപ കൊടുത്തു. സോ amount invested 5 lakh. സബ്സിഡറി കമ്പനിയിൽ നിന്ന് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും ഡിവിഡൻഡ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മളിവിടെ ലെസ് ചെയ്യണം, പക്ഷെ അതില്ല. സോ ടോട്ടൽ അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5 lakh. ദെൻ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, സബ്സിഡറി കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനിക്കുള്ള ഷെയർ ക്യാപിറ്റൽ, അത് സ്റ്റെപ്പ് നമ്പർ 2ൽ ഹോൾഡിംഗ് കമ്പനിക്ക് 4 ലക്ഷം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ എമൗണ്ട് എടുത്താൽ മതി, 4 lakh. ദെൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. സ്റ്റെപ്പ് നമ്പർ 4ൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് 80,000 rupees അല്ലെ.
So pre-acquisition profit 80,000 rupees നമ്മളത് ഇങ്ങോട്ട് കൊണ്ടുവരണം. That is 4,80,000 rupees. ഈ 80,000 മനസ്സിലായോ? 80,000 എന്ന് പറയുന്ന pre-acquisition profit എന്ന് പറയുന്നത് അപ്പോർഷൻ ചെയ്തപ്പോ ക്യാപിറ്റൽ റിസർവ് ഡിവൈഡ് ചെയ്തപ്പോ ഹോൾഡിംഗ് കമ്പനിക്ക് 80,000 rupees ഉണ്ട്. ഈ 80,000 rupees സ്റ്റെപ്പ് നമ്പർ 6ലേക്കാണ് കൊണ്ടുവരേണ്ടത്. 6ലേക്ക് കൊണ്ടുവരേണ്ട സ്ഥലം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ ഷെയർ ക്യാപിറ്റലിന് കൂടെ അത് ആഡ് ചെയ്യണം. സോ 4 lakh plus 80,000 4,80,000. നോക്കാം, ഇവിടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 5 lakh വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 4,80,000 rupees ആണ്. ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് മോർ ദാൻ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അവര് കൊടുത്ത 5 ലക്ഷം രൂപ, പക്ഷെ എത്ര രൂപയുടെ വാല്യൂ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണത്? 4,80,000. സോ 20,000 എന്തായിരിക്കും? ഗുഡ്വിൽ ആയിരിക്കും. ഓക്കെ, ഈ ഗുഡ്വിൽ എന്ത് ചെയ്യണം? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കാം. Then step number 7 ഇന്റർ കമ്പനി ഓവിംഗ് ആണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് ഇവിടെ വരേണ്ടതാണ്. ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. Then step number 8 റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഷെഡ്യൂൾ ആണ്. അതില് നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് ഹോൾഡിംഗ് കമ്പനിക്ക് സ്വന്തമായ റിസർവ്സ് ആണ്. ഹോൾഡിംഗ് കമ്പനിയുടെ സ്വന്തമായ റിസർവ്, ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ആദ്യം ജനറൽ റിസർവ് ഉണ്ട്, that is 3,50,000. പിന്നെ ഒരു സർപ്ലസ് ഉണ്ട് 2,40,000. ഇത് രണ്ടും ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രം സ്വന്തമാണ്, ജനറൽ റിസർവും സർപ്ലസും. പിന്നെ സബ്സിഡറി കമ്പനിയുടെ റിസർവ് ഒക്കെ വീതിച്ചപ്പോൾ ഇവർക്ക് ഇനി എന്തെങ്കിലും റവന്യൂ പ്രോഫിറ്റോ റവന്യൂ റിസർവോ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവരണം. റവന്യൂ റിസർവ് ഈ ക്വസ്റ്റ്യൻ ഇല്ല. സോ റവന്യൂ പ്രോഫിറ്റ് സ്റ്റെപ്പ് നമ്പർ 4 റവന്യൂ പാർട്ടിന്റെ ഒരു എമൗണ്ടേ ഉള്ളൂ, 1,20,000. അത് ഇവിടെ കൊണ്ടുവന്നു. സോ ടോട്ടൽ 7,20,000. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഐറ്റം ആയിട്ട് ലയബിലിറ്റി സൈഡിൽ എഴുതണം. Then last one കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ആണ്. അതില് ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൽ ഫസ്റ്റ് ഐറ്റം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയുടെ ക്യാപിറ്റൽ മാത്രമാണ്, മാറിപ്പോവാൻ പാടില്ല. സബ്സിഡറിയുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ വീതിച്ച് ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇത് ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയായ എ ലിമിറ്റഡിന്റെ മാത്രം 25 lakh. Then second one reserves and surplus ആണ്, നമ്മൾ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. That is step number 8 7,20,000. അത് നമ്മൾ ഇവിടെ കാണിക്കണം 7,20,000. മൂന്നാമത് കാണിക്കേണ്ടത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണ്. സ്റ്റെപ്പ് നമ്പർ 5 3 lakh rupees കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 3 lakh ഇവിടെ കാണിക്കണം. അത് ഹോൾഡിംഗ് കമ്പനിയുടെ ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കേണ്ടത്. പിന്നെ കറന്റ് ലയബിലിറ്റീസ് മുതൽ, അതായത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന പാർട്ട് എഴുതി കഴിഞ്ഞ് പിന്നെ വരുന്ന കറന്റ് ലയബിലിറ്റീസ് പാർട്ടും അസറ്റ് സൈഡും എടുത്താൽ ലൈൻ ബൈ ലൈൻ അഡീഷൻ ആണ്. ദാറ്റ് ഇസ് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ആഡ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇവർ തമ്മിൽ എന്തെങ്കിലും ഇടപാട്, മ്യൂച്വൽ എന്തെങ്കിലും ഓവിംഗ് ഉണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷം മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഐറ്റം ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസോ മ്യൂച്വൽ ഓവിംഗ് ആയിട്ടോ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 7 അഡ്ജസ്റ്റ് ചെയ്തേനെ. ഒരു സ്റ്റെപ്പ് നമ്പർ 7 ഒന്നുമില്ല. സോ കറന്റ് ലയബിലിറ്റീസ് മുതൽ എല്ലാ ഐറ്റംസും നമ്മൾ ലൈൻ ബൈ ലൈൻ അഡീഷൻ ആണ്. ആദ്യത്തെ ട്രേഡ് പേയബിൾസ് ആണ്, എയുടെയും ബിയുടെയും ആഡ് ചെയ്യുന്നു 4,50,000. സോ ടോട്ടൽ 39,70,000. Then കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് ആണ്. അതിൽ ഫിക്സ്ഡ് അസറ്റ്സിൽ ആദ്യത്തെ ഐറ്റം ടാഞ്ചിബിൾ അസറ്റ്. എല്ലാ ടാഞ്ചിബിൾ അസറ്റ്സും കൂടി എടുത്തു. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഷെഡ്യൂൾ വരച്ചിട്ട് വേണം ടാഞ്ചിബിൾ അസറ്റ്സിന്റെ ടോട്ടൽ ഇവിടെ കൊണ്ടുവരാൻ. 26,40,000. ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. സ്റ്റെപ്പ് നമ്പർ 6 നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷനിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതലായിരുന്നു. സോ എക്സസ് എമൗണ്ട് പെയ്ഡ് ഗുഡ്വില്ലിന് വേണ്ടിയിട്ടായിരിക്കും. സോ ദാറ്റ് ഗുഡ്വിൽ 20,000 ഇവിടെ എഴുതി. സോ ടോട്ടൽ 26,60,000. Then current assets, inventories, trade receivable, cash and cash equivalent. എല്ലാം line by line addition ആണ്. That is A ലിമിറ്റഡിന്റെയും B ലിമിറ്റഡിന്റെയും ടോട്ടൽ ആണ്. അതോടെ ആ ടോട്ടൽ ഓരോന്നും എഴുതി. ടോട്ടൽ 13,10,000 rupees ഉണ്ട്. So total assets 39,70,000 rupees. സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.